ചെസ്റ്റ് റൗണ്ട് നോക്കുക. അതായത് നമ്മുടെ ഈ കൈക്കുഴി വരുന്നുണ്ടല്ലോ, ആം ഹോളിന്റെ ഇവിടെ ടാപ്പ് വെച്ചിട്ട് കറക്റ്റ് ഇങ്ങോട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 8.5 ചുരിദാർ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചുരിദാറിന്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇതുപോലെ ടേബിൾ ഒക്കെ ഉണ്ടാവുമ്പോൾ ടേബിളിന്റെ ഈ വക്കത്തായിട്ട് വെച്ചു കൊടുക്കുക. ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് കറക്റ്റ് ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഹൈ ഡിയേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാ വർഷത്തും പോലെ ഇത്തവണ ഉത്രാടത്തിന്റെ അന്ന് കറക്റ്റ് ആ ദിവസം തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാനേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ സ്റ്റിച്ച് അഴിച്ചെടുത്തിട്ട് വേണം ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ചേച്ചിമാരോട് ഞാൻ പറയും, ചേച്ചി സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ 2 ദിവസം മുൻപ് തന്നെ കൊടുന്നായിരുന്നു എന്നൊക്കെ. പക്ഷെ കറക്റ്റായിട്ട് ഉത്രാടത്തിന്റെ അന്ന് രാവിലെ തന്നെ എനിക്കതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കിട്ടും. പിന്നെ അയൽവാസികളാവുമ്പോൾ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പൊ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അത് ഇന്നലെയാണ് ഞാനത് കട്ട് ചെയ്ത് വെക്കുന്നത് തന്നെ. ബ്ലൗസിന്റെ തുണി വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇന്ന് ചെയ്യാം നാളെ ചെയ്യാന്ന് മാറ്റി വെച്ച് കറക്റ്റ് ഞാനും ഇന്ന് തന്നെ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പൊ ഇന്നത് ഈ പണികളൊക്കെ ഉണ്ട്. ഒരു ചുരിദാർ ഒരു മാക്സിയ ഷേപ്പ് ചെയ്യാനുള്ളൂ. പിന്നെ വേറൊരു ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്കാണ് ഡ്രസ്സ് കിട്ടുക, അതൊന്ന് കൊണ്ടുവന്നാൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട്. അത് നമ്മുടെ ഒരു കമ്പനിക്കാരി കൂടി ആയതുകൊണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ അത് ഉച്ചയ്ക്ക് കൊണ്ടുവരും. ശരിക്കും ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞതൊക്കെ തന്നെയാണല്ലേ. ഇന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട് ഓണത്തിനുള്ള. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി എടപ്പാൾ പോകാനുണ്ട്. എല്ലാം കൂടിയിട്ട് ഇന്നൊരു തിരക്കുള്ളൊരു ദിവസമാണ്. ഇനി ഇതിന്റെ മെഷർമെന്റ്സ് ഒക്കെ നമുക്കൊന്ന് എഴുതിയെടുക്കാം. ഫുൾ ലെങ്ത് ഒന്നും കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുൾ ലെങ്ത് അത് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാലും ജസ്റ്റ് നോക്കാം. ഫുൾ ലെങ്ത് ആദ്യം അളന്ന് നോക്കി 41.5 ഇഞ്ചാണ് ഉള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഷോൾഡർ ആണ്. ഷോൾഡർ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടേബിൾ ഉണ്ടാവുമല്ലോ, ആ ടേബിളിന്റെ ഇവിടേക്ക് നമ്മുടെ ആ ഒരു അളവെടുക്കുന്ന ഡ്രസ്സ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഷോൾഡർ ഇവിടെ നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ടാപ്പ് വെച്ചിട്ട് കറക്റ്റ് ഈ ടേബിളിന്റെ അറ്റം വരെ അങ്ങോട്ട് പിടിക്കുക. അപ്പൊ ഷോൾഡർ വരുന്നത് 6.5 ഷോൾഡർ വരുന്നത്. ഷോൾഡർ 6.5 കൂടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് നമ്മൾ 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി ആം ഹോൾ ആണ് നോക്കുന്നത്. അതിന് ഇവിടെ വരെയുള്ള അളവാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് കറക്റ്റ് ഈ ഷോൾഡർ ഇവിടെ അല്ലേ, അപ്പൊ ഇവിടെ നിന്ന് ടാപ്പ് ഇങ്ങോട്ട് വെച്ച് ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് ഈ ടാപ്പ് ഒന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പിടിച്ചു നോക്കുക. കറക്റ്റായിട്ട് ഇവിടേക്ക് തന്നെ വരും. അപ്പൊ എത്രയാ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 7 ഇവിടെ ആം ഹോൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. ആം ഹോള് 7. അതിന്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പൊന്നും ആഡ് ചെയ്ത് ചേർക്കുന്നില്ല. ചെസ്റ്റ് റൗണ്ട് നോക്കുക. അതായത് നമ്മുടെ ഈ കൈക്കുഴി വരുന്നുണ്ടല്ലോ, ആം ഹോളിന്റെ ഇവിടെ ടാപ്പ് വെച്ചിട്ട് കറക്റ്റ് ഇങ്ങോട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 8.5. അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. 8, 9, 10. ഇനി ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് വരുന്നുണ്ടല്ലോ, അത് ഏകദേശം ഇവിടെയാണ് വരുന്നത്. അതൊരു 13, 14 ഇഞ്ചിലൊക്കെ ആയിരിക്കും ഇവിടെയാണ് വരുന്നത്. അപ്പൊ എത്ര ഉണ്ടായിരിക്കും? 13 ഇഞ്ചിൽ കേട്ടോ. 13 ഇഞ്ചില് ഷേപ്പ് എത്രയാ നോക്കുക. 7.5. അപ്പൊ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. ലെങ്ത് എന്ന് പറഞ്ഞത് 13 ഇഞ്ച്. അതിന്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് 13.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. 13 ഇഞ്ചിൽ നിന്ന് വേസ്റ്റ് റൗണ്ട് വന്നിരിക്കുന്നത് 7.5 ഇഞ്ചാണ്. 7.5 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് 7.5 ഇഞ്ചാണ്. അതിന്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് കൊടുക്കണം. 7, 8, 9. അപ്പോൾ മൊത്തം 9 ഇഞ്ച്. ഇനി നോക്കേണ്ടത് ഓപ്പൺ ആണ്. ഓപ്പൺ എവിടെ വരുന്നത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിന്റെ ലെങ്ത് ആദ്യം അളന്ന് നോക്കുക. ഓപ്പൺ ലെങ്ത് എന്ന് പറയുന്നത് 20. ഓപ്പൺ ലെങ്ത് 20 പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, ടോട്ടലി 20.5 ഇഞ്ച്. അതിന്റെ കൂടെ ഇനി ചെയ്യേണ്ടത് ഓപ്പൺ റൗണ്ട് ആണ്.
കറക്റ്റ് 2 ഓപ്പണും കറക്റ്റായിട്ട് പിടിക്കുക. എത്ര ഉണ്ട് എന്നുള്ളത് നോക്കുക. ഓപ്പൺ റൗണ്ട് എന്ന് പറഞ്ഞത് 10 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് ചേർക്കുക. അതിനി ഇതിൽ എത്ര ഈ നമ്മൾക്ക് അടിക്കാനുള്ള ഈ ഒരു ഡ്രസ്സിൽ എത്രയാണോ കിട്ടുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നല്ലോ, അപ്പൊ ഇതിലുള്ള തുണിക്ക് അനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ തയ്യൽ തുമ്പ് ഒരു 1.5 തന്നെ ഇതിൽ ചേർത്തിട്ട് ഞാൻ 11.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ബോട്ടം റൗണ്ട് ആണ് എടുക്കേണ്ടത്. താഴെ നോക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് എത്ര ഉണ്ട് നോക്കാം. ബോട്ടം റൗണ്ട് 10.5 ആണ്. 10.5 പ്ലസ് 1.5 11.5. ബോട്ടം റൗണ്ട് ഓപ്പൺ റൗണ്ടിന്റെ അതേപോലെ തന്നെയാണ്. ഇനി അടുത്തത് നോക്കേണ്ടത് സ്ലീവ് ലെങ്ത് ആണ് നോക്കേണ്ടത്. സ്ലീവ് ലെങ്ത് 13 ആണ്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് ചേർക്കേണ്ടത്. അത് നമ്മൾ ഇതുപോലൊക്കെ ഷേപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത്ര തയ്യൽ തുമ്പൊന്നും കൊടുക്കണ്ട, കാരണം ഇതിൽ എത്രയാണോ കിട്ടുന്നത് അത്ര എടുക്കുക. അപ്പൊ 13 ഇഞ്ച് കറക്റ്റ് കിട്ടും. അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വേണമെങ്കിൽ ചേർക്കുക. ഇതിൽ എത്ര കിട്ടുന്നു എന്നുള്ളത് നോക്കാം ആദ്യം. അപ്പോൾ 14.5 ഇഞ്ച്. ഇനി സ്ലീവ് റൗണ്ട്. സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത് 4.75 ആണ്. നമുക്ക് 5 തന്നെ എടുക്കാം. സ്ലീവ് റൗണ്ട് 5 എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് 6.5 ഇഞ്ച് എടുത്തു. അപ്പൊ ഇത്രയാണ് നമുക്ക് വേണ്ട അളവുകൾ. ഇനി അത് അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ നെക്കൊന്നും നമ്മൾ കാണിക്കുന്നില്ല, നെക്കിന്റെ ലെങ്ത് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊന്നും മാറ്റങ്ങൾ വരുത്തുന്നില്ല. ഷോൾഡർ ഞാൻ ഇവിടെ കറക്റ്റ് ചെയ്ത് വെട്ടിയിട്ടുണ്ടായിരുന്നു, അധികം ഒന്നും വെട്ടി കളയാണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു. ഇനി ചെസ്റ്റ് റൗണ്ട് നോക്കാം. ചെസ്റ്റ് റൗണ്ട് പറയുന്നത് 10 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് അടക്കാണ് കേട്ടോ, 10 ഇഞ്ചാണ്. അതും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുത്തു, കാരണം ഇവിടെ ഒക്കെ അങ്ങനെ മടങ്ങിയിട്ടൊക്കെ ഇരിക്കുന്ന കാരണം. പക്ഷെ ഇത് കറക്റ്റ് ആണിത്. ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. ഇത് കൊടുത്തു. ഇനി വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 13.5 ഇഞ്ചാണ് വേണ്ടത്. 13 ഇഞ്ച് എടുത്തു, കാരണം നമുക്കൊരു ഷോൾഡർ ഇവിടെ തയ്ച്ചു കൊടുക്കണില്ല, അവിടെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 13 ഇഞ്ച് എടുത്തു. ആ 13-ൽ ടാപ്പ് വെച്ചിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. വേസ്റ്റ് റൗണ്ട് 9 ആണ്. ഇനി അടുത്തത് ഓപ്പൺ ലെങ്ത് ആണ് വേണ്ടത്. ഓപ്പൺ ലെങ്ത് 20 ആണ്. ഓപ്പൺ റൗണ്ട് എന്ന് പറയുന്നത് 10 ആണ്. ഇനി ബോട്ടം 10. ഇത് ബോട്ടം ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോട്ടം 11 ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 11 തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ സൈഡൊന്നും വെട്ടി കൊടുക്കുന്നില്ല, കാരണം അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. ഈ ഒരു ചുരിദാർ ഷേപ്പ് ചെയ്തതിന് ഞാൻ വാങ്ങിക്കുക 50 രൂപ അല്ലെങ്കിൽ ഒരു 75 രൂപ അത്രയൊക്കെ ഞാൻ വാങ്ങിക്കുക കേട്ടോ. കാരണം നമുക്കിത് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് നമ്മളെല്ലാ ഭാഗവും സ്റ്റിച്ച് അഴിച്ച് നമ്മളത് ഷേപ്പ് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഷേപ്പ് ആക്കുന്നത്. എന്നിരുന്നാലും ശരി, ഇതിന് അത്ര വർക്ക് നമ്മൾക്കില്ല. ഓപ്പൺ ഒന്നും അധികം കയറ്റി വെക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ചില ചുരിദാറുകളാകുമ്പോൾ നമുക്ക് അതിന്റെ ബാക്ക് കഴുത്തൊക്കെ ഇറക്കി വെട്ടേണ്ടി വരും. ചിലപ്പോൾ ബാക്ക് കഴുത്തിന് വേറെ മോഡൽ കൊടുക്കേണ്ടി വരും, സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും, ചില ലേസ് അങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് ആണ് ഞാൻ അതിനനുസരിച്ച് മേടിക്കുക. പിന്നെ ചില ചുരിദാർ ഇപ്പൊ ചെറിയ സ്മോൾ സൈസ് ആവും ആൾക്ക് വേണ്ടി വരിക, പക്ഷെ അവര് അത് വലിയ ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സലും ഒക്കെ, കാരണം ചുരിദാറിന്റെ ഭംഗി കണ്ടിട്ട് അവർ അത്രയും വലിയ ചുരിദാർ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നമ്മളത് അത്രയും കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ചുരിദാർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് ഇനി ഒരു മാക്സി കൂടെ ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞ് ആ ചേച്ചിയുടെ വർക്ക് കഴിഞ്ഞ് പിന്നെ എനിക്ക് ബ്ലൗസും ഒരു മാക്സി കൂടെ ഷേപ്പ് ചെയ്യാനുണ്ട്. പിന്നെ ഒരു വർക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴാണ് അവർ ഡ്രസ്സ് കൊണ്ടുവരിക എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ചുരിദാർ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചുരിദാറിന്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഏത് ഡ്രസ്സ് വരികയാണെങ്കിലും മാക്സി ഒഴികെ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. അപ്പൊ അവർക്ക് അത് എന്തായാലും അവർ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോൾ ഒന്ന് നിവർത്തി നോക്കും. അപ്പൊ നിവർത്തി നോക്കുമ്പോൾ നമ്മൾ ഇത് അയൺ ചെയ്ത് നല്ല വൃത്തിയിൽ വെക്കുമ്പോൾ അവർക്ക് ഒന്നുകൂടെ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടായിരിക്കും. അപ്പോൾ
അങ്ങനെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. മറ്റ് മാക്സി ഒഴികെ ബാക്കിയുള്ള ഡ്രസ്സുകൾക്ക് ചില മാക്സികൾ ഞാൻ അങ്ങനെ ചെയ്യൂട്ടോ. കാരണം അത്രയും ചുളിഞ്ഞതൊക്കെ എനിക്ക് കിട്ടും. കാരണം 2-3 മാസമൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ അത്യാവശ്യം ചുളിവ് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് അയൺ ചെയ്ത് കൊടുക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് വെറുതെ അയൺ ചെയ്ത് കൊടുക്കും. പിന്നെ ഈ ഒരു ചുരിദാറിന്റെ ലെങ്ത് നമ്മളൊന്നും കാട്ടിയിട്ടില്ല കേട്ടോ. ചേച്ചി ലെങ്ത് ഒന്നും ചെയ്യണ്ട പറഞ്ഞു. ഇപ്പതേ നമ്മുടെ ചുരിദാറിന്റെ പണി ഇവിടെ കഴിഞ്ഞു. അപ്പൊ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഇത് ഈ ഒരു മാക്സി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനുണ്ട്. ഇത് അവർ പറഞ്ഞത് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും അവർ തന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ തയ്ച്ച ചുരിദാർ ഉണ്ടല്ലോ, ആ ചുരിദാറിന്റെ അളവ് തന്നെ ഏകദേശം എടുത്താൽ മതി. അത്രയ്ക്ക് അങ്ങോട്ട് ഷേപ്പ് ആക്കാണ്ട് ഒരു ഇത്തിരി ലൂസിൽ തയ്ച്ചാൽ മതി എന്നാ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൈയിന്റെ ഇറക്കം അത്ര വേണ്ട, പിന്നെ ഇറക്കം വെട്ടണ്ട, 1 ഇഞ്ച് അങ്ങോട്ട് മടക്കി തയ്ച്ചാൽ മതി എന്നാ പറഞ്ഞത്. കാരണം ഇത് നല്ല കോട്ടൺ ആണ്, ചിലപ്പോൾ ഇത് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുങ്ങി പോവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി അടുത്തത് ഇതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യട്ടെ. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഈ 2 സ്ലീവും പിന്നെ നമ്മൾ ഈ ബാക്കിൽ ഒരു പീസ് മടക്കി തയ്ക്കില്ലേ, കാരണം ബാക്ക് കഴുത്ത് കുറച്ച് ഇറക്കി വെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ ഒന്ന് സ്റ്റിച്ച് ഒന്ന് അഴിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഈ മാക്സിയുടെ 2 സ്ലീവും ഞാൻ അഴിച്ചെടുത്തു കേട്ടോ. ഇനി ആദ്യം ഞാൻ ഈ ബാക്ക് നെക്ക് ഇങ്ങോട്ട് ഇറക്കി വെട്ടണം. അവർക്ക് ബാക്കിൽ കഴുത്ത് കുറച്ച് ഇറക്കി വെട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് വെട്ടി തയ്ച്ചതിന് ശേഷമാണ് ഞാൻ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ശരിയാക്കി എടുക്കുന്നത്. ഇതിപ്പോ 2.5 ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം ഉള്ളത്. അപ്പൊ ഞാനൊരു 5.5 ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം ഇപ്പൊ ഞാൻ ഇതിന് എടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ടേബിൾ ഒക്കെ ഉണ്ടാവുമ്പോ ടേബിളിന്റെ ഈ വക്കത്തായിട്ട് വെച്ചു കൊടുക്കുക. ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് കറക്റ്റ് ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഭാഗം ഉണ്ടാവില്ലേ, ഈ ഭാഗത്തേക്ക് ഒന്നിട്ട് നീക്കി വെച്ചു കൊടുക്കുക. ഷോൾഡർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെക്ക് വിട്ട് നമുക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്ക്വയറിലാക്കിയിടുക. ഇവിടുന്ന് നെക്ക് എടുത്ത് 3 ഇവിടെയാണ് കിടക്കുന്നത്. ഇനി ഇതിലാണ് നമ്മൾ ആ നെക്ക് വരച്ചു കൊടുക്കുന്നത്. ഇതാണപ്പോ നമ്മുടെ ബാക്ക് നെക്ക് വരുന്നത്. ഇതിപ്പോ നമ്മൾ ഇതിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുള്ള സ്ലീവ് ആണ് കേട്ടോ. അപ്പൊ ഇതിന് ഇത്രയും സ്ലീവ് വേണ്ട. അപ്പൊ ഇതിങ്ങനെ ഇപ്പോഴത്തെ മാക്സി ഇങ്ങനെ ഓരോ പീസുകൾ ഇങ്ങനെ വെച്ച് അടിച്ചിട്ടാണല്ലോ ലെങ്ത് ഉണ്ടാക്കണത് സ്ലീവിന്റെ. അപ്പൊ ഇതിന്റെ ഒരു ഭാഗം കൊണ്ട് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി ആൾക്ക് ആവശ്യത്തിന് വേണ്ട സ്ലീവിന്റെ ലെങ്ത് ഇത്ര മതി. അപ്പൊ ഈ ബാലൻസ് ഉള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് ഞാൻ ഈ നമ്മുടെ ഈ നെക്കിന് വേണ്ടിയിട്ട് ഇവിടെ തയ്ച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നല്ല ചുളിവുണ്ട്. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കട്ടെ. അപ്പൊ ഇതാ ഇത് ഇങ്ങനെ ഒരുപാട് പീസുകൾ ഇങ്ങനെ 2-3 പീസ് വെച്ചടിച്ചതാണിത്. ഇത് കറക്റ്റ് ഒന്ന് അങ്ങോട്ട് മടക്കി കൊടുത്തിട്ട് നമ്മുടെ ഈ നെക്ക് ഇവിടേക്ക് ഇതൊരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് താഴത്തേക്ക് വിട്ട് കൊടുത്തിട്ട് ഇവിടേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, കാരണം ഇതിന്റെ ഇവിടെ മടക്കി തയ്ക്കണം നെക്കിന്റെ അവിടെ, അതുകൊണ്ടാണ്. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ അങ്ങനെ മടക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഈ നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് നമുക്ക് ഈ ഒരു കഴുത്തിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് തയ്ക്കുക. എന്നിട്ടാണ് മറിച്ചിട്ട് കൊടുത്താൽ ബാക്ക് നെക്ക് ഓക്കെ ആയി. ഈ ഒരു ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ശരിയാക്കുന്നത്.
അപ്പോൾ ആദ്യത്തെ ബാക്ക് കഴുത്ത് നമ്മൾ അങ്ങോട്ട് ക്ലിയർ ചെയ്തെടുത്തു. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം ട്ടോ. ഷോൾഡറായിട്ട് ഞാൻ 6.5 ഇഞ്ചാണ്, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് ഷോൾഡർ ഞാൻ 7 ഇഞ്ചാണ് എടുത്തത്. എന്നോട് ചേച്ചി ആ ഒരു ചുരിദാറിൻ്റെ അതുപോലെ തന്നെ എടുത്തോളാൻ വേണ്ടി പറഞ്ഞത് കൊണ്ടാണ്. കാരണം മാക്സിയുടെ അളവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചുരിദാറിനുള്ള അളവ് എടുക്കുക, പക്ഷെ അതിൽ കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആം ഹോളും ഞാൻ 7 ഇഞ്ച് തന്നെ എടുത്തു. ഇനി നമുക്കിതിൽ ആ കൈക്കുഴി ഒന്ന് വരച്ചെടുക്കണം, ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് അതിൽ നിന്ന് കട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇനി ചെസ്റ്റ് റൗണ്ട് ഞാൻ എടുത്തത് 10 ഇഞ്ചാണ്. 8.5 ഇഞ്ചാണ് ആവശ്യമുള്ളത്, 10 ഇഞ്ച് ഞാൻ എടുത്തു. പിന്നെ 8.5 ഇഞ്ച് കറക്റ്റായിട്ട് ഞാൻ ഷേപ്പ് ചെയ്യുമ്പോൾ ഞാൻ തയ്ച്ചു കൊടുത്തില്ല കേട്ടോ. അത് കുറച്ച് ഞാൻ ലൂസാക്കിയിട്ടാണ് തയ്ച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മാക്സിയുടെ ലെങ്ത്തിൽ മാറ്റമൊന്നും വരുത്തണ്ട, 1 ഇഞ്ച് മടക്കി തയ്ച്ചാൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഇതൊരു കോട്ടൻ്റെ തുണിയാണല്ലോ, അത് ചുരുങ്ങി പോവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് താഴ്വശം എന്നോട് വെട്ടണ്ട. ഇനി അഥവാ ചുരുങ്ങി പോവുകയാണെങ്കിൽ ആ തയ്ച്ചത് നമുക്ക് ഇങ്ങോട്ട് വിടർത്തിയെടുത്തിട്ട് വീണ്ടും തയ്ച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് മാക്സി ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് വേണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ സ്ലീവ് ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം നല്ല ചുളിവുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ചുളിവുണ്ടാകുമ്പോൾ കറക്റ്റ് അതിൻ്റെ മെഷർമെൻറ്റ് കിട്ടില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഈ സ്ലീവ് തയ്ക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് പലപ്പോഴും കമൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളൊരു കാര്യമാണ്, തയ്ക്കുമ്പോൾ ഇങ്ങനെ ചുരുങ്ങി പോവുകയാണ്, അങ്ങനെ ചുളിവ് വരികയാണ് എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഒന്ന് മടക്കി തയ്ക്കുക, പിന്നീട് വീണ്ടും അതിനൊന്നുകൂടെ മടക്കി തയ്ക്കുക. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ അങ്ങനെ 2 തവണ അങ്ങനെ മടക്കി തയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചുളിവുകൾ വരില്ല കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റും. ഇത് തുണി നമ്മൾ 2 മടക്ക് ഇങ്ങോട്ട് മടക്കിയിട്ട് ഒറ്റ തവണ അങ്ങോട്ട് തയ്ക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ചുളിവ് വരുന്നത്. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ചുളിവ് കഴിയുന്നതും നമുക്ക് കുറച്ച് കിട്ടും. പിന്നെ ഓരോരോ മെറ്റീരിയലിൻ്റെ കുഴപ്പമാണത്. ഇപ്പോൾ കോട്ടനൊക്കെ ആണെങ്കിൽ അങ്ങനെ വലിയ ചുളിവൊന്നും വരില്ല. മറ്റുള്ള മെറ്റീരിയലൊക്കെ ആവുമ്പോഴാണ് ചുളിവ് വരുന്നത്. അപ്പോൾ എനിക്കിത് ഒരു കുട്ടി ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാക്സി സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ ഈ ഒരു പാവാടയുടെ ബ്ലൗസാണത്. അപ്പോൾ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് വന്നതായിരുന്നു. അപ്പോൾ പിന്നെ കുട്ടികളല്ലേ, കുട്ടികൾക്ക് നമ്മൾ എങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല എന്നൊന്നും. പിന്നെ ഞാൻ കഴിയുന്നത് ഞാൻ ആരെയും അങ്ങനെ ഒഴിവാക്കാറൊന്നുമില്ല കേട്ടോ. മാക്സിമം ഞാൻ എല്ലാവർക്കും പറ്റുന്ന പോലൊക്കെ, എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഈ ഒരു ബ്ലൗസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഈ സൈഡിൽ സിബ് വെച്ചത് കാരണം കുറച്ച് പ്രയാസമാണ് അത് ഷേപ്പ് ചെയ്യുമ്പോൾ. പക്ഷേ കുഴപ്പമില്ല, ഞാനത് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മോളും അളവ് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അവളുടെ അളവ് ഞാൻ എടുത്തു, എന്നിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മോളും അധികം പട്ടുപാവാടയും ഉടുപ്പും അങ്ങനെ ഇതൊക്കെ തയ്ക്കാണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തന്നെയാണ് കൊണ്ടുവന്ന് തരാറ്. പക്ഷെ ഞാൻ ഓരോരോ ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ മെഷർമെൻറ്റ്സ് ഒന്നും എൻ്റെ കയ്യിൽ കറക്റ്റായിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ അളവ് എടുക്കാമെന്ന് വിചാരിച്ചു. അവരത് ഉദ്ദേശിച്ചിട്ടാണ് അളവ് കൊണ്ടുവരാതിരുന്നത്, എൻ്റെ കയ്യിൽ ഉണ്ടാവും എന്ന് കരുതിയിട്ട്. അങ്ങനെ അപ്പം ഞാൻ മോളുടെ അളവൊക്കെ എടുത്തിട്ട് എഴുതി വെച്ചു. ഈ മാക്സി കണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം ഇവളുടെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി എൻ്റെ ബ്ലൗസിൻ്റെ കാര്യം ഇനി ഇന്ന് തയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ പറ്റില്ല എന്നുണ്ടെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ബ്ലൗസ് ഇട്ടിട്ട് നാളെ അമ്പലത്തിലൊക്കെ പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അവളുടെ അളവൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. ഇനി പിന്നെ അവൾക്ക് കുറച്ച് സജഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ കുട്ടികളല്ലേ, അവർക്ക് ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കും, നമ്മളൊക്കെ ചെറുതിലൊക്കെ ആകുമ്പോൾ ഇതുപോലത്തെ മോഡലുകളൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെ മോൾക്ക് സ്ലീവ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ സ്ലീവ് ഇല്ലാത്ത ഡ്രസ്സാണ് വേണ്ടത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ അവൾ തയ്ച്ച് വെച്ചിട്ട് ചേച്ചി വിളിച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ പോയി. അപ്പോൾ ഞാൻ ഈ മാക്സിമം ഞാനെൻ്റെ കംപ്ലീറ്റ് ആക്കട്ടെ, അത് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അവൾ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇനി അവളുടെ ഡ്രസ്സും കൂടി ഉണ്ട് തയ്ച്ചിട്ടാണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ മാക്സിയുടെ തയ്ക്കലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് തയ്യൽ തുമ്പ് ഓവറായിട്ടുള്ളത് ഞാൻ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു, എന്നാലാണ് അപ്പം അതൊരു വൃത്തിയിൽ നിൽക്കുക. അപ്പോൾ പിന്നെ അതേ ആ ചേച്ചിയുടെ മാക്സി സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞു. ഇനി ആ മോളുടെ ബ്ലൗസും കൂടി അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ. ഇതൊക്കെയാണ് എൻ്റെ ഉത്രാടം ദിന വിശേഷങ്ങൾ. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇതൊക്കെയായിരുന്നു. ഇതിന് മുൻപ് കുറച്ച് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.